ബിഗ് ബോസ് സീസൺ 6 ഡേ 29ന്റെ ലൈവിലേക്ക് വലിയ ആകാംക്ഷയോടെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റ സമയത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടത് ഒരു കിടിലൻ പ്രൊമോയാണ്. ബിഗ് ബോസ് കുടുംബാംഗങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ തുറന്നടിച്ച് വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഞാൻ ബാക്കി പറയാം. നോറ യൂസ്ലെസ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് വന്നത്. ഗബ്രി അടിപൊളിയാണ്, പക്ഷെ റിമെമ്പർ വിന്നർ ഒരാളേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒരിടത്ത് അത്രയധികം കളിക്കാനായി വീറും വാശിയോടെയും ആളുകൾ കാത്തിരിക്കുന്ന ഒരിടത്ത് കയറി വരുന്ന വഴിക്ക് വരുന്ന ആളുകൾക്കാണ് നടയടി കിട്ടുന്നത്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ വളരെ ഡിഫറൻ്റ് ആണ്. വന്ന ആളുകൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കിട്ട് കൊടുക്കുകയാണ്. വരുന്ന സമയത്ത് തന്നെ ഇവർ പറയുന്നത് പലതും പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്ന അതേ സംഭവങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വൈൽഡ് കാർഡായിട്ട് ചെന്ന് കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും. അങ്ങനെ ചിന്തിച്ച ആളുകൾ തന്നെയാണ് ഇവരും. അതുകൊണ്ട് തന്നെ കയറി ചെന്നപ്പോൾ അവരുടെ ടാർഗറ്റുകൾ ഭയങ്കര വ്യക്തമാണ്. ഇപ്പോൾ ജിൻഡോ കള്ളനാണ് എന്ന് പൂജ പറയുന്നു. എക്കണോമിക് ക്ലാസ്സിൽ നിന്നിട്ടാണ് സായി വന്നത് എന്ന് സായി പറയുന്നു. സായിക്ക് കൂടുതൽ ജനപക്ഷത്ത് നിന്ന് ഒരു വലിയ മെജോറിറ്റിയുടെ പിന്തുണയോടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സായി അത് തന്നെ പറഞ്ഞു തുടങ്ങിയത് നൈസാണ്. ഒക്കെയുള്ള ആളുകളെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്കുള്ള ഡയലോഗുകളാണ് ഇവരുടെ മെയിൻ. പിന്നെ അഭിഷേക് ജയദീപ് അഭിഷേക് ശ്രീകുമാർ ഇവന്മാർ രണ്ടും കൂടെ തമ്മിൽ കുറേയധികം പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും. ഇവന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് വലിയ ശല്യമാണ്. അഭിഷേക് ജയദീപ് കൊറിയൻ മല്ലു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർക്ക് ഒരു കമൻറ്റ് ഇട്ടു. ആ ഒരു കമൻറ്റ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഉള്ളതാണോ ഇല്ലാത്താണോ എന്നുള്ളത് അറിയില്ല. ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര മോശം. അവൻ പറയുന്നതും അവൻ പ്രവർത്തിക്കുന്നതും രണ്ടാണ് എന്ന് ആ ഒരു കമൻറ്റ് തെളിയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കമൻറ്റാണ്. ഇനിയിപ്പോൾ അഭിഷേക് ശ്രീകുമാറിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് മോശമാണ് എന്നുണ്ടെങ്കിലും ഇച്ചിമുള്ളി സപ്പോർട്ടുമായിട്ട് വരുന്ന ടീമാണ്. അപ്പം അവന്മാർക്ക് ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് താങ്ങി കൊണ്ടുവന്ന് നിർത്തണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതെല്ലാം പുറത്തെ പരിപാടികളാണ്. ഇവരൊന്നും റിയാലിറ്റിയുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്ത കുട്ടികളാണ് ഈ രണ്ടാൾക്കാരും. അഭിഷേകുമാർ രണ്ടുപേരും കുട്ടികളാണ്. ഇവന്മാരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുട്ടികളാണ്. അപ്പം കുട്ടിപ്പട്ടാളത്തിന് അകത്തേക്ക് കയറുന്ന സമയത്ത് റിയാലിറ്റിയോട് മത്സരിക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാലും ധാരാളം ചേഞ്ചസ് വരും. ചിലപ്പോൾ ഇവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യത ഉള്ളവരും. എന്നാലും നമ്മൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മനസ്സിലാക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അന്ധമായിട്ടുള്ള ആരാധന ആരോടും വേണ്ട. എല്ലാ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ അന്ധ ആരാധന ഓഡിയൻസിന് വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ റിയൽ സൈഡ്, റിയാലിറ്റി, അവരുടെ വേസ്റ്റ് ക്യാരക്ടർ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം പറയുകയാണ്. ഇനി അവർ നല്ലവരായിട്ട് വരട്ടെ. അഭിഷേക് ശ്രീകുമാർ നല്ലവനായിട്ട് വന്നാലും അഭിഷേക് ജയദീപ് മിടുക്കനായി മാറിയാലും എല്ലാം സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റാണ്. നമുക്ക് പേഴ്സണലി വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. കൈയടിക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ആസ്വാദനം എന്നുള്ളതല്ലാതെ വേറെ ബെനിഫിറ്റ് ഒന്നുമില്ല. അതേപോലെ ഇന്നലെ ചില ആളുകൾ പറയുന്നത് കേട്ടു, സായി ഒരു മൈൻഡ് ഗെയിമാണ് കളിച്ചത്, ഞാൻ അദ്ദേഹത്തെ കുറിച്ചിട്ട് താഴ്ത്തി പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. വളരെ അടുത്ത സൗഹൃദങ്ങളിലാണല്ലോ ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയേണ്ടി വരും. കാരണം ചില കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം സായിയോട് അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുള്ള ഒരു മജോറിറ്റി ഓഡിയൻസിൻ്റെ പൾസ് അറിയാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേനും വലിയ സന്തോഷമാണ്. പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് മറ്റേ പ്രഥമദൃഷ്ടിയ അകലശയിലാണ് എന്നുണ്ടെങ്കിൽ മന്ത്രധാര പലപ്പോഴും സജീവമാവാറുണ്ട്. അപ്പോൾ ഈ സായിയുടെ ഒരു ക്വാളിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഇപ്പം ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, എന്നാൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരെന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഒരു സൗഹൃദം ഉണ്ടാക്കാനായിട്ടൊന്നും പോകാറില്ല. സായി അങ്ങനെയല്ല. നമ്മളൊരു വിമർശനങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും സായി വിളിച്ചത് ക്ലാരിഫൈ ചെയ്യും. അപ്പോൾ അതെനിക്ക് തോന്നുന്നൊരു സായിയുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സായിയോട് ഞാൻ പറഞ്ഞു, നമ്മൾ സായി ഒരു നല്ല ഗെയിം കളിച്ചാൽ ഉറപ്പായും അത് മെൻഷൻ ചെയ്യും. നമ്മളത് നോക്കിയിരിക്കും. പക്ഷേ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ആഫ്റ്റർ ഓൾ പ്രേക്ഷകർക്കൊപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഗെയിം പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സായിയും ആ ഒരു തരത്തിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. സ്നേഹയോട് പോലും പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നിഷ്പക്ഷമായിട്ട് ഗെയിമിനെ വിലയിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ നമുക്ക് ഫീൽ ചെയ്തത് അത് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. നമുക്കാരെയും താഴ്ത്തേണ്ട ഒരാവശ്യമോ പൊക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം ആസ്വാദനത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. പറയുന്നുണ്ടെന്നും തോന്നരുത്. കോണകവാല് പോലെ കിടക്കുന്ന ഒരു കുഞ്ഞ് സ്ഥലത്ത് നടക്കുന്ന
ഒരു കൊച്ചു പരിപാടിയായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ലോകം ഭയങ്കര വലുതാണ്. നമ്മൾ മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ നമുക്കിടയിൽ നടക്കുന്ന ഒരു കൊച്ചു പരിപാടിയാണ്. അപ്പോൾ ഈ കൊച്ചു പരിപാടിയിലെ ഒരാളുടെ പേഴ്സണൽ ബെനിഫിറ്റാണ് അവിടുത്തെ ഒരു കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അവരുടെ കൂടെ അണിയായിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനെ അണിയായി ചേരാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോകം അത്ര ചെറുതാവുന്നത് കൊണ്ടാണ്. പൂജയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അവരൊക്കെ പിള്ളേരാണ്. അപ്പോൾ പിള്ളേർ സെറ്റിൻ്റെ വൈബൊക്കെ ആയിരിക്കും അവർ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുക. പിന്നെ ഉള്ളതാരാണ്? അഭിഷേക് ജയദീപിനെ നമ്മൾ പറഞ്ഞു, ശ്രീകുമാറിനെ പറഞ്ഞു, നന്ദന എന്തുവാണ്, നന്ദനയ്ക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുന്നു കാര്യമായി തന്നെ. അപ്പോൾ നന്ദന വിചാരിക്കുന്ന ആ ഒരു സപ്പോർട്ട് കിട്ടുമോ? കാണാനും കാണിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾക്കെതിരെ ഗെയിം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ അങ്ങനെ തുറന്നങ്ങ് സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, എന്നാലും സപ്പോർട്ട് കുറയാൻ സാധ്യതയുണ്ട്. ആഫ്റ്റർ ഓൾ നമുക്ക് ഈ കാണുക, കാണിക്കുക, വൃത്തികേട് അതൊക്കെ നമ്മളുടെ ഒരു മൂഡ് പടമാണ്. നമ്മളുടെ കയ്യിൽ വേറെ അതിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഏതൊരു ഗെയിമിലാണെങ്കിലും ഏതൊരു വീട്ടിലാണെങ്കിലും ഒച്ചയെടുത്ത് സ്ത്രീകൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത്രയധികം നമുക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റി ആയിട്ടില്ല. കാരണം അങ്ങനെ ഒരു പതിവോ അത് കേട്ട് ശീലിച്ച ഒരു രീതിയോ ഇവിടെ വളർന്നു വരുന്ന ഓരോ കുട്ടിക്കും ഇല്ല. കാരണം അങ്ങനെ ഒരു വീട്ടിൽ അമ്മയോ ആരെങ്കിലും പെങ്ങളോ ഒക്കെ ഒച്ച സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിവുകേടായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആണ് നമുക്ക്. അതുകൊണ്ട് ഒരു മജോറിറ്റിക്ക് അങ്ങനെ വലിയ തൻ്റേടികളായിട്ടുള്ള സ്ത്രീകളെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു തൻ്റേടി സ്വഭാവം തന്നെയാണ് ജാസ്മിനും വിനയത്. അപ്പോൾ അതുകൊണ്ട് മയത്തിൽ നിൽക്കേണ്ടി വരും. ഇപ്പോൾ അൻസിബ നിൽക്കുന്നത് ഒരു തരം മയത്തിലുള്ള ഒരു അപ്രോച്ചാണ്. എന്നാൽ അൻസിബയുടെ കുത്തിത്തിരിപ്പ് കാരണം കട്ടിലിരുന്നിട്ടുള്ള രാജതന്ത്രം കുതന്ത്രം മേനയിൽ കാരണമാണ് അൻസിബയ്ക്ക് ഒരു ഹേറ്റ് വരുന്നത്. അല്ലെങ്കിൽ അൻസിബ ആ ഒരു മറ്റേ കുലസ്ത്രീ കാറ്റഗറിയിലേക്ക് ടോപ്പ് പൊസിഷനിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന പറയുന്നുള്ളൂ കേട്ടോ, ഞാൻ ഒട്ടും ഫിൽട്ടർ ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. ഇനിയിപ്പം ഇന്നലത്തെ ലൈവിൽ ഞാനിവിടെ തോന്നക്കൽ പഞ്ചായത്തിൽ അരി പറക്കിക്കൊണ്ടിരുന്ന സമയത്ത് നടന്ന ലൈവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീധുവിനോട് റസ്മിൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു, ക്രഷ് തുറന്നു പറയുന്നു. പറയട്ടെ, ഞാനതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കണ്ടു. ആരോ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കോപ്പിറൈറ്റ് അടിക്കും, ചാനൽ പോകും കേട്ടോ. അപ്പം ഞാനിത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ശ്രീധുവിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. പിന്നെ എങ്ങനെയാണ് കൃഷി തോന്നിയാൽ പറയേണ്ടത്? റസ്മിൻ പറയട്ടെ. അതിൻ്റെ വരും വരായികകൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ അവരങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അപ്പം ശ്രീധു അതിനോട് ഭയങ്കര ഒരു ബ്ലഷൊക്കെ ചെയ്തിട്ടാണ് അത് കേൾക്കുന്നത്. അതങ്ങനെ തന്നെ അത് ഭയങ്കര ക്യൂട്ടായിട്ട് തന്നെ ഡീൽ ചെയ്തു. അപ്പം അതിനകത്ത് ഇപ്പോൾ ഒരു ക്രഷല്ലേ പറഞ്ഞത്, അല്ലാതെ നീ എന്നെ കല്യാണം കഴിക്കാവോ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കാമുകിയായിട്ട് ഇരുന്നോട്ടെ എന്നൊന്നും അല്ലല്ലോ ചോദിച്ചത്. അപ്പം അതിനകത്ത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പോൾ ശ്രീധു അതങ്ങനെ ഓക്കെ ഒന്ന് ഡീൽ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ റസ്മിൻ വരുമ്പം തന്നെ നമുക്കറിയാം ഒരു ടോം ബോയിഷ് അപ്രോച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അന്നിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ അഞ്ജു റോഷിൻ്റെ ഒരു പൊസിഷനിലേക്ക് വരുമോ. അപ്പം ഞാനിങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചൂടാ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല. അത് ആർക്കാണ് ഇത് അറിയണ്ടേ? അങ്ങനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഇപ്പം ശ്രീധുവിനോട് കൃഷി പറഞ്ഞു, അത് അവർക്ക് ഇഷ്ടമുള്ള ഒരാളോട് പറഞ്ഞു. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാം. അല്ല നാട്ടുകാരുടെയൊക്കെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അറിയേണ്ട ആവശ്യം എന്താണ്? അത് വേറെ ഒരു വിറ്റ്. അപ്പം അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റസ്മിൻ പ്രസൻറ്റ് ചെയ്ത ഒരു രീതിയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നീ എങ്ങനെ വിചാരിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ തന്നെ പിന്നെ റൊമാൻറ്റിക് ആയി കഴിഞ്ഞാൽ പിന്നെ നാണാണല്ലോ. ശ്രീധുവിനെ തിരിച്ച് കിടത്തി ഫേസ് ചെയ്യാൻ മടിയായിട്ടൊക്കെയാണ് റസ്മിൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ റസ്മിൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നുണ്ട്, നീ ഒരിക്കലും പേടിക്കേണ്ട, ഇത് നിന്നെ ഒരിക്കലും ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനായിട്ട് നിലവിൽ കണ്ടാൽ മതി. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ അറിയാം. പിന്നെ രാവിലെ ലൈവിൽ കണ്ടത് നോറ ദ ഗെയിമർ. നോറ ഒരു യൂസ്ലെസ് കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് അഭിഷേക് ജയദീപ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നോറ രാവിലെ വളരെ കോൺഫിഡൻ്റ് ആണ്. നോറ രാവിലെ തന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. കാരണം നോറയ്ക്ക് വീക്കെൻഡ് എപ്പിസോഡുകളിൽ നിന്ന് കിട്ടുന്ന പവർ ടീമിൽ അവർക്ക് പോലും കിട്ടാത്ത ഒരു തരം പവറാണ്. ഒന്ന്, എവിക്റ്റ് ആയില്ല. 2, നോറയുടെ ശത്രുക്കളെ ആളുകൾ കൈകാര്യം ചെയ്യുന്നത് കാണാനായിട്ട് പറ്റി. പിന്നെ ഉള്ളത് നിലപാട് പറഞ്ഞു ഗബ്രിയാൻ നമ്മുടെ ജിൻഡോയുടെ കാര്യത്തിൽ. അപ്പം ഈ ഒരു നിലപാട് പറഞ്ഞതിൽ ചില അസ്വസ്ഥതകൾ ഹൗസിലുണ്ട്. അപ്പം റസ്മിൻ, ജാസ്മിൻ, നമ്മുടെ അർജുൻ, ഗബ്രി അങ്ങനെയുള്ള ടീമുകളൊക്കെ വിലയിരുത്തുന്നത് ജിൻഡോയും തെറ്റുകൾ ചെയ്തു, ഗബ്രിയും തെറ്റുകൾ ചെയ്തു. എന്നാൽ ജിൻഡോയുടെ തട്ട് താണു തന്നെ ഇരിക്കും, അതിൻ്റെ തൂക്കം കൂടുതലാണ്. അപ്പോൾ അതിനെ ഒരേപോലെ നോക്കിക്കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ നോറ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നു. പിന്നെ നോറ ഇതിനകത്തൊരു ഗെയിം കാണുന്നുണ്ടോ എന്നുള്ള ഡൗട്ടുണ്ട്.
നോറ പറഞ്ഞു എനിക്ക് രാവിലെ ജിൻഡോൻ്റെ സഹിക്കണം, ഉച്ചയ്ക്ക് ജാൻമണീൻ്റെ സഹിക്കണം, വൈകിട്ട് ജാസ്മിൻ്റെ സഹിക്കണം. അപ്പം നോറയ്ക്ക് ഒരു സാധ്യതയായിട്ടാണ് നോറ അത് കാണുന്നത്. 3 സ്പേസ് കിട്ടുകയാണ്. 3 ആളുകൾ, അതും അത്യാവശ്യം ടോപ്പായിട്ട് നിൽക്കുന്ന 3 ആളുകൾ തനിക്കെതിരെ ഒരു ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കുന്നു. അപ്പോൾ അവർ തൻ്റെ അടുത്തേക്ക് വരുന്നു, അത് താൻ ഡീൽ ചെയ്യുന്നു, അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം നോറ അവിടുന്ന് കിട്ടുന്ന ഏത് പൊട്ടും പൊടി എടുത്തിട്ട് ഗെയിം കളിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ജിൻഡോയുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻസും എക്സ്പ്ലനേഷൻ ചോദിക്കലും പരിപാടികളൊക്കെയാണ്. ഇപ്പം നോറ ജിൻഡോയായിട്ടൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം എന്താ പറയുന്നത് അൺവാണ്ടഡ് ഡിസ്കഷൻസ് ഒഴിവാക്കാൻ പറ്റും. അവർ രണ്ടും കൂടെ ആകുമ്പോഴത്തേനും ഓക്കെയാണ്, 2 പേർക്ക് സംസാരിച്ച് തീരില്ല. പിന്നെ ജാൻമണി ഒതുങ്ങില്ല. ജാൻമണി ഈസ് ജാൻമണി ദാസ് എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ജാൻമണി ദാസ് ഒതുങ്ങില്ല. ജാൻമണി ദാസിന് ഇന്നലെ കിട്ടിയ വാണിങ്ങോ ഇന്നലെ കിട്ടിയ ക്രിറ്റിസിസോ ഒന്നും സ്വഭാവം മാറ്റാനായിട്ടുള്ള ഒരു ഉപദേശമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ജാൻമണി ഇന്നലെ തനിക്കെതിരെ തിരിഞ്ഞ ആളുകൾക്കെതിരെ വീണ്ടും ശാപവാക്കുകളുമായും വീണ്ടും പണി കൊടുക്കാനുള്ള മൈൻഡായിട്ട് നിൽക്കുകയാണ്. പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രി പോയപ്പോഴത്തേനും ജാസ്മിൻ അത്രയധികം വിഷമിച്ചില്ല, ജാൻമണി കരഞ്ഞതുപോലെ കരഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ റസ്മിൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ വിചാരിച്ചു ഇപ്പം ഗബ്രി പുറത്തേക്ക് പോകുന്നു, ഉമ്മാനെ പോയി കാണുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു, തിരിച്ചു വരുന്ന സമയത്ത് അത് പിന്നെ കോമഡി ആയിട്ടാണ് പറഞ്ഞത്. ജാസ്മിൻ പറഞ്ഞു നമ്മുടെ കില്ലാണ്, അത് നടക്കില്ല എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. അപ്പം ഇത് നടക്കില്ല, അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ കണിശം പറയുന്നത് ഗബ്രി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. മറ്റേ സിബിനൊക്കെ അത് തന്നെ പിടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ അഭിഷേകിൽ ആരാണ് അത് ഏറ്റെടുക്കുക എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ സീക്രട്ട് വല്ല ഹിൻഡ് കൊടുക്കുമോ എന്നുള്ളത് അറിയില്ല, സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സീസൺ 6 ലൈവിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.